ഹായ് ഞാൻ ഷമീം. ഇപ്പോൾ ഉള്ളത് എൻ്റെ അടുത്ത് വലിയൊരു ബുള്ളുണ്ട്. ഈ ബുള്ള് പിന്നെ നമ്മളിതാ പിന്നെ ഉള്ളത് കൂടെ ഷെഫ് മുഷ്താഖിൻ്റെ കൂടെ ബാംഗ്ലൂരാണ് പുള്ളിയുടെ സ്പെഷ്യൽ മാരിനേഷൻ ആണ് നമ്മൾ ഈ ബുള്ളിൽ പോകാൻ പോകുന്നത്. ഈ ബുള്ള് കയറാൻ പോകുന്നത് വലിയൊരു ഓവൻ ഉണ്ട് അവിടെ, ബ്രിക്ക് ഓവൻ. ആ ബ്രിക്ക് ഓവനിലാണ് ഇതിൻ്റെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ പോവാം. ഫസ്റ്റ് ടൈം ഇൻ കേരള, ഫസ്റ്റ് ടൈം ഇൻ കേരള. ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഫുള്ള് കംപ്ലീറ്റ് ഫുള്ള് പിന്നെ എന്താ പറയുക ഷെയർ പോകുന്നത് ഉള്ളിൽ കുക്ക് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇത് മാരിനേഷന് വേണ്ടി മൊത്തം ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക എല്ലായിടത്തും. എന്നിട്ട് ആ ലൈൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മസാല തന്നെ ഇതിൽ തേക്കുന്നത്. അപ്പം മസാല എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭയങ്കര സ്ട്രോങ് സംഭവം എന്നല്ല, വളരെ മൈൽഡായിട്ടുള്ള സംഭവമാണ്. ടൊമാറ്റോയും നമ്മളെ പാപ്രിക്കൊക്കെ കയറിയിട്ടുള്ള സംഭവമാണ്. നമ്മൾ നോർമലി എന്ത് മസാല വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ആ ഗ്രില്ല് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് ഇതിലൂടെ തന്നെ ഒന്ന് കാണാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് എവിടുന്നാണ് ചെയ്യുന്നതെന്നുള്ളത് അറിയണ്ടേ? അതൊക്കെ പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ബുള്ളിൻ്റെ ഫുൾ വെയിറ്റ് ഏകദേശം നമുക്കൊരു കിൻഡലിൻ്റെ അടുത്തുണ്ടായിരുന്നു ശേഷം കേട്ടോ. ഫുൾ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളെ ജീവനോടുള്ള വെയിറ്റാണ്. അതൊക്കെ മൊത്തം ഒന്ന് റിമൂവ് ചെയ്ത് എന്നിട്ട് പിന്നെ അതിൽ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി എടുത്തു. അപ്പോൾ ഈ ബുള്ളിൻ്റെ അടിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, ഒരു ഫ്രെയിം കണ്ടോ, ഒരു 3 ഇഞ്ച് കനത്തിലുള്ള ഒരു ഫ്രെയിമാണ്. ആ ഫ്രെയിം എന്തിനാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളിത് നേരെ അങ്ങനെ ഒരു ബോക്സിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ആ ബോക്സിൽ നിന്ന് അതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് കുറച്ച് ഹൈറ്റിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫ്രെയിം ഉണ്ടാക്കിയത് കേട്ടോ. അതിലേക്ക് അതൊക്കെ കണ്ടോ, ആ ബോക്സ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ബോക്സ് അത് വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ചൂടുവെള്ളമൊക്കെ ഒഴിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണാം. അതിൻ്റെ ആ കുക്കിംഗ് ഒരു പിന്നെ മോയ്സ്ചർ, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ മോയ്സ്ചറൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ആ ബുള്ളിന് ആ സ്റ്റീൽ കമ്പി കൊണ്ട് കെട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ചെരിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിന് പോകണ്ടെന്നുള്ളതായിരിക്കും. അപ്പോൾ കുക്ക് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കാൻ നേരത്തെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ വളരെ സൂക്ഷിച്ചിട്ട് തന്നെയാണ് അതിൽ ഹാൻഡിൽ ചെയ്തത്. കറക്റ്റ് ആ സൈസിന് കണക്കാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് സാധനം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഫാറ്റ് അങ്ങനെ വിരിച്ചൊക്കെ ഉണ്ട്. ഇത് ഫാറ്റ് കണ്ടില്ല. ആ ഫാറ്റ് എന്തിനാന്ന് പറഞ്ഞാൽ അതിൻ്റെ നെയ്യും കൂടെ അതിലേക്ക് കിട്ടാനും ആ മസാല അതൊക്കെ ഒന്ന് സെറ്റാകാനും അതിൻ്റെ കവറിങ് ടോപ്പിംഗ് കവറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിൽ വേറെ മൂടി വരും, എന്നാലും ആ ഫാറ്റ് അതിന് വേണ്ടിയിട്ട് ആ ഫുൾ അതിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്തത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് വെക്കുന്നതിന് മുമ്പുള്ള ഫൈനൽ സെറ്റപ്പിലേക്കാണ് പോകുന്നത്. അത് ഓവൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ടേബിളിലേക്ക് കൊണ്ടുവെക്കണം. എന്ന് പറഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വെള്ളം ഒഴിക്കാണ്ട്, അതുപോലെ തന്നെ ദമ്മിടാനുള്ള മൈദയൊക്കെ ഒന്ന് വെക്കാനുണ്ട്. ഇനി നമ്മൾ ബിരിയാണിക്ക് സാധാരണ ദമ്മിടുന്നത് പോലെ മൈദ ഫുള്ള് നമ്മുടെ ഈ റൗണ്ട് ചുറ്റിയിട്ട് വെക്കുക. അതേപോലെ തന്നെ അതിലേക്ക് നമുക്ക് പിന്നെ നല്ല ചൂടുവെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ അതിൻ്റെ ആ ഇതിന് ബുള്ളിന് മുട്ടരുത് കേട്ടോ, അതിൻ്റെ കുറച്ച് താഴെയായിട്ട് വരും, ആ ഫ്രെയിമിൻ്റെ കുറച്ച് താഴെയായിട്ട് വരും. പിന്നെ മൂടിയൊക്കെ വെച്ച് പിന്നെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം 180 ഡിഗ്രിയിലാണ് വെക്കുക 1 മണിക്കൂർ. പിന്നെ അതിന് ശേഷം 150 140 ആ ഡിഗ്രിയിലേക്ക് കൊണ്ടുവരും. വളരെ സ്ലോ കുക്കിംഗ് ആണ്. ശേഷം 6 to 7 hours നമ്മൾ ഇതിന് കുക്കിംഗ് ടോട്ടൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ 16 മണിക്കൂറൊക്കെ കുക്ക് ചെയ്തെടുക്കുന്ന ചില സ്റ്റേക്കുകളൊക്കെ ഉണ്ട്, ചില ബ്രിസ്ക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വേറെ ആണ്. ഓവൺ ഏകദേശം ഒരു നല്ല ലെങ്ത്താണ്, 2 മീറ്ററോളം ഉള്ളിലേക്ക് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്തും ഉണ്ട്. നല്ല വലിയ ഓവനാണ്. ഇതിൽ ബ്രിക്ക് ഓവനാണ്. അത് സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ 7-8 മണിക്കൂറിൻ്റെ ഇടയിൽ ഞാനൊരു റെസിപ്പി കുക്ക് ചെയ്യുന്നത്. ആ റെസിപ്പി വീഡിയോ അൽഫഹമാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും അത് മറക്കരുത്. അപ്പോൾ ഇതിന് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് ബാക്കിയുള്ളതൊന്ന് കാണാം. നമ്മൾ ഉള്ളത് കൊല്ലത്ത് പള്ളിമുക്കിലുള്ള ഖഹ്വ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഈ ഖഹ്വ റെസ്റ്റോറൻറ്റ് കാണേണ്ട സംഭവമാണ്. എന്ന് വെച്ചാൽ അടിപൊളി ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ആംബിയൻസിൽ അങ്ങേയറ്റാണ്. അത് ചെയ്തിരിക്കുന്നത് നമ്മളെ ആർക്കിടെക്റ്റാണ്. ആർക്കിടെക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ റെസ്റ്റോറൻറ്റ് ഏറ്റവും എന്ന് വെച്ചാൽ ടർക്കിഷ് ഷെഫുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ലബനീസ് ഷെഫുണ്ട്. എല്ലാം അവിടെ തന്നെ വന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഫുഡും ഓരോ വെറൈറ്റി നമുക്ക് ഓരോന്നും അതിൻ്റെ ഇൻറ്റീരിയറും സംഭവങ്ങളും മൊത്തം ഒന്ന് കാണാം. എന്നിട്ട് നമ്മൾ ലഞ്ചും കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിന്നറും ഒക്കെ കഴിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഫുൾ ഡേ സ്പെൻഡ് ചെയ്തിന്.
Anush. നമുക്ക് ഇത് സ്പെഷ്യൽ ഡിഷ് ഇവിടെ കൊണ്ടുവന്ന ഷെഫ് ഐഹാൻ ഉണ്ട്. Hi. How are you? From Turkey, right? From Turkey. Okay. This is a family plate. Okay. We are make mix chicken jokes, Adana kebab, chicken shish, and thighs. Okay. Chicken wings, all So special. how many items are there? For 4 persons. No. Total how many items, varieties? 6 or 7. 6 or 7. Wow. Thank you. മഷ്റൂം ആട്ടോ, മഷ്റൂമും ചീസും കൂടിയുള്ള കോമ്പിനേഷനാണ്. ഓ, ഞാൻ ഒന്നാമത് മഷ്റൂമിൻ്റെ ഫാനാണ്. രുചിയാണോ? ഒന്ന് കഴിക്കോ? ബൊപ്പിയുടെ അപ്പോൾ ഫുഡൊക്കെ എല്ലാം ഓരോന്നിനും മെച്ചാണ് കേട്ടോ. ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ഓതൻറ്റിക് ടേസ്റ്റുകൾ നമുക്ക് ഒറിജിനൽ ടേസ്റ്റ് തന്നെ നമുക്ക് അതിലൂടെ കിട്ടിയിട്ടുണ്ട് പല ഐറ്റത്തിനും. അപ്പോൾ നമ്മളിത് ഫുള്ള് ഫിനിഷ് ആക്കിയതിന് ശേഷം സൗദി ഷാമ്പയിൻ വന്നു, അതും കുടിച്ചു. അത് കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ രാത്രിയിലേക്കാണ് തിരിച്ചു വരുന്നത്. നമ്മുടെ ആ ബുള്ള് ശരിയാവണ്ടേ, ആ ശരിയായി വന്ന് അത് കഴിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ഇതിലൂടെ ഇനി കാണാം. നമ്മൾ 7 മണിക്കൂർ കുക്ക് ചെയ്തു, എന്നിട്ട് 1 മണിക്കൂർ അങ്ങനെ വെച്ചു. എന്നിട്ട് ഇത് ഫുള്ള് റിമൂവ് ചെയ്തു. മുടിയൊക്കെ റിമൂവ് ചെയ്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും മീറ്റൊക്കെ കംപ്ലീറ്റ്ലി അതിൻ്റെ എല്ലിന്ന് ഇളകിയിട്ട് താഴോട്ട് വീണിട്ടുണ്ട്, മറ്റേ നമ്മളെ റിബിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. ബാക്കിയുള്ള പാർട്ടൊക്കെ അവിടെ ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ കമ്പിയോട് കൂടി അടിയിൽ ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഉള്ളിലുള്ള ഒരു ഫ്രെയിം, ആ ഫ്രെയിമോട് കൂടി പൊക്കിയിട്ട് നമ്മളോട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി ആ സ്റ്റാൻഡിലേക്ക് അത് വെക്കുകയാണ്. അടിയിലുള്ള ആ വെള്ളം നമുക്ക് വേണമെങ്കിൽ സൂപ്പ് ഇതിനകത്ത് മീറ്റ് ഇളക്കി സൂപ്പായിട്ട് തന്നെ കുടിക്കാം. അത്രയും അടിപൊളി സാധനം. അതുകൊണ്ട് ആദ്യം ആ വെള്ളവും അതിൻ്റെ മോയ്സ്ചറും അതിൻ്റെ ഫാറ്റും എല്ലാം അതിലേക്ക് കിട്ടുന്നതാണല്ലോ. കംപ്ലീറ്റ് ആ സത്ത് അതിലുണ്ട്. അപ്പോൾ ഈ പിന്നെ ഇത് എടുത്തു വെക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനിലും പേടിയില്ലാന്ന് കേട്ടോ എടുത്തു വെക്കുന്നത്. എന്താ പറഞ്ഞാൽ അത്രയും വെൽ കുക്ക്ഡ് സാധനം. ഒന്ന് ഇളകിയില്ലേ. അപ്പോൾ നല്ല സോഫ്റ്റുമാണ്. എവിടെയും പിന്നെ നമുക്ക് എന്താ പറയുക, എല്ലിങ്ങനെ ഊരിയെടുക്കുന്ന വിധത്തിലേക്കാണ് നമുക്ക് മൊത്തം ഒന്ന് കിട്ടിയത്. ഇതിനകത്തുനിന്ന് ആ കമ്പികളില്ലേ, നമ്മൾ ആ കെട്ടി വെച്ച കമ്പികളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് നമുക്ക് നല്ല ഓരോന്നോരോന്ന് എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ അത്രയും മീറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. മീറ്റിൻ്റെ ഫ്ലേവറും പിന്നെ അതുപോലെ തന്നെ ഫാറ്റും നല്ല അത് രണ്ടും കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ജ്യൂസിയാണ്. നമ്മൾ ആ മെത്തേഡിൽ ചെയ്തുകൊണ്ട് ആ മോയ്സ്ചറും അതിൻ്റെ ആ ഉള്ളിലുള്ള ആ ലിക്വിഡ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഞാൻ ഈ ഒരു മീറ്റ് ഇങ്ങനെ എടുക്കുകയാണ്. ആ എടുക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ജ്യൂസിലൊക്കെ ഇങ്ങനെ വെള്ളം പൊട്ടി ഒലിക്കുന്നത് കണ്ടോ, അതായിട്ട് ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടോ. അത്രയും ആ ഒരു ഫ്ലഷൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരുന്നു. ഫ്ലഷ് ഇങ്ങനെ കൈകൊണ്ട് എടുക്കും, വേറെ ഒന്നും വേണ്ടിയില്ല. ഞാൻ പിന്നെ അങ്ങനെ കൈ ഇടുന്നില്ല. ഫാറ്റും പിന്നെ മീറ്റും. Jamshi. How's the marination? Very soft. അപ്പോൾ നമ്മൾ മീറ്റ് എല്ലാം നന്നായി കഴിച്ചതിന് ശേഷം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നല്ലോ, അൽഫാമും കൂടെ കഴിച്ചു.
ആ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുനാഫയിലേക്ക് കയറിയ. അപ്പോൾ ആ അൽഫാമിൻ്റെ റെസിപ്പിയും ആ കഴിക്കുന്നൊക്കെ വീഡിയോ അതിൻ്റെ റിവ്യൂ ഒക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ഡെസേർട്ട്സും ഉണ്ട് കേട്ടോ ഇവരുടെ അടുത്ത്. അതേപോലെ തന്നെ ഒരുപാട് ഡിഷസിൻ്റെ നമുക്ക് അത്രയും ഇന്നോവേറ്റീവ് ആയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നതും. ഇതൊക്കെ ഇത് കുനാഫ തന്നെ കണ്ടില്ലേ. ക്യാമറ പിടിച്ചാളല്ലേ ഇവിടെ അറ്റാക്ക്. ക്യാമറ ഇപ്പം എടുക്കും. ഞാൻ എടുക്കാം ക്യാമറ. ഒരു മിനിറ്റ്. ഞാൻ ക്യാമറ എടുക്കാം. സാൾട്ടിൽ ഫുള്ള് ഫയർ ചെയ്ത് നമ്മുടെ കുനാഫ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് പിടിച്ച് സഹായിച്ച അതാ ബിൻഷിൻ്റെ അവിടെ. ഇപ്പുറത്തുനിന്ന് ക്യാമറ ശരിയാ. ഇപ്പുറത്തുനിന്ന് ഇവിടെ വേറെ ഒരാൾ. അതാ ഇനി ഇത് കഴിച്ചു തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മളെ നല്ല ഈ അക്കാവി ചീസ് ഉണ്ടല്ലോ, അക്കാവി ചീസാണ് ശരിക്കും. അക്കാവി പിന്നെ നെബുലുസി ചീസ്, ഈ 2 ചീസാണ് പൊതുവെ നമ്മുടെ കുനാഫയിൽ ഏറ്റവും ഓതൻറ്റിക് ആയിട്ടുള്ള സാധനം. ഇവർ മിൽക്ക് ഡയറക്റ്റ്ലി എടുത്ത് ഇവിടുന്ന് തന്നെ അക്കാവി ചീസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ശരിക്കും അക്കാവി ചീസിൻ്റെ ലൈഫ് ലോങ് എന്ന് പറയുന്നത് മാക്സിമം ഒരു 5 to 7 days ആണ്. അതിനുള്ളിൽ പെട്ടെന്ന് എക്സ്പയർ ആവും. അപ്പം അത്രയും ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ് അക്കാവി ചീസ്. അത് വെച്ചിട്ടുണ്ടാക്കിയ കുനാഫയാണ് കേട്ടോ. കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല വേറെ ആൾ ഉണ്ടാക്കുന്നുണ്ടോ. പൊക്കിക്കോളൂ നമ്മൾ എടുത്തുണ്ടാവും. അക്കാവി ചീസിൻ്റെ എന്ന് പറയുന്നത് നമുക്കൊരു ക്രീമി, ആ ചീസിൻ്റെ ഒരു പുളിപ്പ്, ആ ഒരു ടെക്സ്ചർ ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിലുള്ള കുനാഫ പൊളി കേട്ടോ. ഇവിടെ ഒരാള് മിണ്ടാതെ തിന്നണല്ലേ, ഒരു രക്ഷയില്ല. നമുക്ക് കാവയും കൂടെ വരുന്നുണ്ട്. ഇവിടെ കാവന്റെ വെറൈറ്റി, ഒരുപാട് വെറൈറ്റി ഓഫ് കാവ ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സുഡാനി കാവയാണ്. ആ കാവയും കൂടെ നല്ല കിക്കുള്ള കാവയാണ് അത്. ആ കാവയും കൂടെ കുടിച്ചിട്ട് നമുക്ക് ബൈ ബൈ പറയാം. ഇവിടെ തന്നെ പറയാം അല്ലേ. അപ്പോൾ എല്ലാവരോടും ഒന്ന് ബൈ ഫ്രം ഹലോ.